ഹലോ, അസ്സാം വലൈക്കും. ഈദ് മുബാറക്. അങ്ങനെ പെരുന്നാരാവിൻ്റെ മാസമൊക്കെ കണ്ട് നമ്മൾ വേഗം പടക്കമൊക്കെ വാങ്ങി വീട്ടിലെത്തി സെറ്റാക്കിയിട്ട് പടക്കം പൊട്ടിക്കൽ ഒരു ഭാഗത്തുനിന്ന് ചിരിക്കൽ അവിടുന്ന് വേറെ ഭാഗത്തുനിന്ന് അങ്ങനെ മക്കൾക്ക് മൈലാഞ്ചി ഇടുന്നു. ഇനി മക്കളെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ് മക്കളെ കെടുത്തി ഉറക്കിയിട്ട് വേണം നമുക്കൊക്കെ മൈലാഞ്ചി ഇടാൻ. അങ്ങനെയൊക്കെ പെരുന്നാരാവ് അങ്ങനെ കടന്നുപോയി. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നേരത്തെ എണീച്ച് ഈദ്ഗാഹിന് എല്ലാവരും കൂടി പോയി വന്നിട്ട് ചായ കുടിക്കുന്ന കേട്ടോ കാണുന്നത്. എല്ലാവരും എൻ്റെ മോളെ ആദ്യത്തെ ഈദായതുകൊണ്ട് മോളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള മദ്രസയിൽ ഈദ്ഗാഹിന് പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കുകയാണ്. ഇതിൻ്റെ ഇളയച്ചൻ്റെ മോളാണ് സെയ്ല. എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുക. ചായക്ക് ഞങ്ങൾ ചട്ടിപ്പത്തിരി, ബനാന കേക്ക്, സമൂസ, പിന്നെ ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, പത്തിരി ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്, മന്തി, ബീഫ് മന്തി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പണിയൊന്നുമില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ്. പിന്നെ അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മോൾക്ക് പെരുന്നാൾ പൈസ കൊടുക്കുകയാണ് കേട്ടോ. മോൻക്കും കിട്ടിക്കുന്നത്. മോൻ്റെതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മോൾ ആദ്യത്തെ ഈദായതുകൊണ്ട് മോളത് ഞാൻ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് മുറ്റത്തൊക്കെ പോയി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. മാഷാ അല്ലാ, അങ്ങനെ റാഹത്ത് ഇക്കാക്കൻ്റെ വീട്ടിലത്തെ പെരുന്നാൾ കൂടി. പിന്നെ രാത്രി ഞാനും ഇക്കാക്കി മക്കളും കൂടി ഞങ്ങളെ വീട്ടിലേക്ക് പോവാട്ടോ. അൽഹംദുലില്ലാ അങ്ങനെ റാഹത്തായിട്ട് എൻ്റെ വീട്ടിലെത്തി വണ്ടിമേൽ വന്ന ക്ഷീണമാണ് മോളത് റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഹൈജിക്കാക്ക വന്നിട്ട് പെരുന്നാൾ പൈസ കൊടുക്കുക കേട്ടോ. ഹൈജിക്കാക്കൻ്റെ പെരുന്നാൾ പൈസ ആദ്യം വാങ്ങിയില്ല. ഹൈജിക്കാക്ക അതാ വെച്ച് കൊടുക്കുന്ന കയ്യിൽ, എന്നിട്ട് നേരെ കൊണ്ടുവന്ന് വായയിലേക്കാണ് ഉമ്പാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അല്ലുദീദീൻ്റെ വക അതാ പെരുന്നാൾ പൈസ എടുത്തത്. പെരുന്നാൾ പൈസ അല്ലുദീദി കൊടുക്കാട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ അമ്മന്ന് ചെമ്മീൻ ബിരിയാണി അതിന് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് ഉപ്പ, ഉമ്മ, ഞാൻ, അനിയത്തികൾ, എൻ്റെ രണ്ട് ഇളയച്ചന്മാർ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ മോൾ അപ്പോഴത്തേക്ക് നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മോൾ ഉറങ്ങിപ്പോയി. പിന്നെ പിറ്റേന്ന് ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിലാണ് കൂടുതൽ പെരുന്നാൾ പിറ്റേന്ന്. അങ്ങനെ നട്ടുച്ച ആയതുകൊണ്ട് ഞാനും എൻ്റെ മോനും മോളും കൂടി ഓട്ടോയിലാണ് പോയത്. ഇക്കാക്ക അങ്ങോട്ടേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞ് ഇക്കാക്ക രാത്രി വീട്ടിലേക്ക് പോയിനു. സമയം നട്ടുച്ച 2:15 കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. നല്ല വെയിലത്താണ് പോകുന്നത്. മോളെ വരവേൽക്കാൻ അവിടെ എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. എൻ്റെ വീട്ടിലത്തെ ആദ്യത്തെ പെൺകുട്ടിയാണ്, പേരക്കുട്ടിയത്തെ പെൺകുട്ടിയാണ് ഞാൻ മോള്. മാഷാ അല്ലാ, ഇന്ന് മോളെ കളിപ്പിക്കുകയാണ് വല്യമ്മയൊക്കെ. അപ്പം ഒരു ഭാഗത്തുനിന്ന് ചിക്കൻ പൊരിക്കുന്നു, പിന്നെ ബീഫ് ബിരിയാണീൻ്റെ ദമ്മ് മാമാജി പൊട്ടിക്കുന്നു. മാമാജിയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബിരിയാണി വെക്കൽ. മാമാജി സ്പെഷ്യലിസ്റ്റായ ഒരു കുക്കാണ്. അടിപൊളി ബിരിയാണിയാണ് ബീഫ് ബിരിയാണി. നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫും നല്ല ടേസ്റ്റ് ആയിരുന്നു. മാഷാ അല്ലാ. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാക്കി ഞങ്ങളെല്ലാവരും കൂടി ഓരോരോ ട്രിപ്പായിട്ട് ഫുഡ് കഴിക്കാനിരുന്ന്. ഇതിൻ്റെ ഡാഡി, എൻ്റെ അമ്മൻ്റെ ഉപ്പ, പിന്നെ ഇതിൻ്റെ അങ്കിള്, ആൻറ്റി, ഇത് ചെറിയ ആൻറ്റി, ഐജ ആൻറ്റി, എൻ്റെ മമ്മി, എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കാം കേട്ടോ. ഇനി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും സ്വൈര്യമായിട്ട് ഇരുന്ന് വർത്താനം പറയാനോ ഹരാക്കി ചിരിക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മമ്മി വാവക്കുള്ള പെരുന്നാൾ പൈസ കൊടുക്കുകയാണ് കേട്ടോ. വാവാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ഭയങ്കര ഒരു ഷാഢ്യമാതിരി കരയായിരുന്നു കേട്ടോ, ചൂടെടുത്തിട്ട്. പിന്നെ ആൻറ്റിമാരും വന്ന് പൈസ തന്ന്. മാഷാ അല്ലാ, എൻ്റെ മോളെ ഫസ്റ്റത്തെ പെരുന്നാൾ എന്തായാലും റാഹത്തായിട്ട് കഴിഞ്ഞ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൊലായിലിരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ അനിയത്തീൻ്റെ മോന് തോക്കുമായിട്ട് വന്നിട്ട് വെടിവെക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച മസ്തിൽ എല്ലാവരും ഇരിക്കുക കേട്ടോ. അപ്പോൾ മമ്മി വേഗം പോയിട്ടൊരു കട്ടനൊക്കെ കാച്ചി കൊണ്ടുവന്ന് നമ്മളൊക്കെ ചായയൊക്കെ കുടിച്ച് അതിന് മുകളിൽ ഒരു ഐസ്ക്രീം അല്ലു കൊണ്ടുവന്നു, ഫാമിലി പാക്കറ്റ് ഐസ്ക്രീം. അപ്പോൾ അതന്നെ തന്നെ എല്ലാവർക്കും സെർവ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഐസ്ക്രീമും. എന്താ സുഖം, നല്ല രസം. എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ വൈകുന്നേരം.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഞങ്ങളെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ. അടുത്ത വ്ളോഗുമായിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും.